സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് അത് നമുക്കെല്ലാവരും കാണുന്നത്. അത് പാകിസ്ഥാനി ഭീകരവാദികൾ വന്ന് മതം ചോദിച്ച് ഒരു നിരപരാധിയായ സാധാരണക്കാർ അവിടെ സഞ്ചരിക്കാൻ പോകുന്ന കുടുംബത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ പോകുന്ന ഇന്നസെൻറ്റ് വിക്ടിംസിനെ തന്നെ ക്രൂരമായി കൊന്നത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് അത് എങ്ങനെ നടന്നു, എന്തുകൊണ്ട് നടന്നു, അതെല്ലാം ഗവൺമെൻറ് നോക്കും. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരന്റെ വാക്കുകളാണ്. അദ്ദേഹം BJPയെ കുരുക്കിലാക്കി എന്ന് പറയുന്നതായിരിക്കും ഉത്തമം. കാരണം പഹൽഗാം ഭീകരാക്രമണം മുൻനിർത്തി രാഷ്ട്രീയ നേട്ടം കൊയ്യാനുള്ള ശ്രമങ്ങൾ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ചിരുന്നു. BJPയെയും സംഘപരിവാറിനെയും അനുകൂലിക്കുന്ന ദേശീയ മാധ്യമങ്ങൾ ഒന്നടങ്കം അത്തരമൊരു ചർച്ച തുടങ്ങുകയും ചെയ്തിരുന്നു. നേതാക്കളെല്ലാവരും സംസാരിക്കുമ്പോൾ, എന്തിനേറെ പറയുന്ന പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് സംസാരിക്കുമ്പോൾ പോലും പറഞ്ഞ ഒരു കാര്യമുണ്ട്: മതം ചോദിച്ചിട്ടാണ് വെടിവെച്ചു കൊന്നത് എന്ന്. അത് രാജ്നാഥ് സിംഗ് മുതൽ താഴോട്ട് BJP സംസ്ഥാന അധ്യക്ഷൻ മുതലും താഴോട്ടും പറഞ്ഞു തുടങ്ങിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ ബോധപൂർവം ചർച്ചയാക്കി കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു. അപ്പോഴും ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഒരു കാര്യം ഉയർന്നു വന്നിരുന്നു: സുരക്ഷാ വീഴ്ച എന്തുകൊണ്ട് സംഭവിച്ചു, എന്തുകൊണ്ട് ആ സ്ഥലത്ത് ആവശ്യമുള്ള പട്ടാളക്കാരെ നിയമിച്ചില്ല, സുരക്ഷയിൽ വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന ചർച്ചകളും സമാനമായി നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതിന് വേണ്ടത്ര ശബ്ദം കിട്ടിയിരുന്നില്ല. മറ്റൊരു കാര്യത്തിനായിരുന്നു ശബ്ദം കൂടുതൽ കിട്ടിക്കൊണ്ടിരുന്നത് എന്നതും പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്ന സമയത്താണ് രാജീവ് ചന്ദ്രശേഖരനോട് മാധ്യമപ്രവർത്തകർ സുരക്ഷാ വീഴ്ചയെക്കുറിച്ച് ചോദിക്കുന്നത്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞ വാക്കുകളാണ് പ്രേക്ഷകർ ആദ്യം കേട്ടത്. അത് ഒന്നുകൂടി കേൾക്കാം. ഷോക്കിംഗ് ഇൻസിഡന്റ് ആണ് ഉണ്ടായിട്ടുള്ളത്. BJPയെ കണ്ടം ചെയ്തിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് പറയുന്നത് ഇതിൽ BJP അല്ലെങ്കിൽ സർക്കാരിന്റെ വലിയ തോതിലുള്ള ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ട്, സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ എന്ന രീതിയിൽ എന്താണ് താങ്കളുടെ? സെക്യൂരിറ്റി ലാബ്സ് ഉണ്ടായിട്ടുണ്ടെന്ന് അത് നമുക്കെല്ലാവരും കാണുന്നത്. അത് പാകിസ്ഥാനി ഭീകരവാദികൾ വന്ന് മതം ചോദിച്ച് ഒരു നിരപരാധിയായ സാധാരണക്കാർ അവിടെ സഞ്ചരിക്കാൻ പോകുന്ന കുടുംബത്തിൻ്റെ ഒപ്പം സഞ്ചരിക്കാൻ പോകുന്ന ഇന്നസെൻറ്റ് വിക്ടിംസിനെ തന്നെ ക്രൂരമായി കൊന്നത് നമ്മൾ കാണുന്നു. അതുകൊണ്ട് അത് എങ്ങനെ നടന്നു, എന്തുകൊണ്ട് നടന്നു, അതെല്ലാം ഗവൺമെൻറ് നോക്കും. BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. BJPയുടെ രാഷ്ട്രീയ നീക്കത്തിലേറ്റ തിരിച്ചടിയാണ്. അറിയാതെ പറഞ്ഞു പോയതാണ്. അങ്ങനെ അറിയാതെ പറഞ്ഞു പോയത് ആണ് എങ്കിലും വസ്തുത പറയേണ്ടി വന്നു രാജീവ് ചന്ദ്രശേഖരനെ. അത് BJPക്ക് ദേശീയ തലത്തിൽ തന്നെ വലിയ തിരിച്ചടിയാകാൻ സാധ്യതയുണ്ട്. ദേശീയ വാർത്തയായി ഇതുവരെയും അത് മാറിയിട്ടില്ല എങ്കിലും കേരളത്തിൽ അത് ചർച്ചയായി മാറിയിട്ടുണ്ട്. സുരക്ഷാ വീഴ്ച വീണ്ടും ചർച്ചയായി വരുന്നു. നേരത്തെയും സുരക്ഷാ വീഴ്ചയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടായിരുന്നു എന്ന സാഹചര്യവും കൂടി മാധ്യമപ്രവർത്തകർ ചോദിച്ചിരുന്നു രാജീവ് ചന്ദ്രശേഖരനോട്. അപ്പോഴാണ് അദ്ദേഹം അക്കാര്യം പറഞ്ഞു വെച്ചത്. ഇത് BJPയുടെ രാഷ്ട്രീയ നീക്കത്തിന് പഹൽഗാം മുൻനിർത്തിക്കൊണ്ട് വലിയ തോതിൽ രാഷ്ട്രീയ നേട്ടം കൊയ്യാമെന്ന, വീണ് കിട്ടിയ അവസരം സുവർണാവസരമാക്കാമെന്ന സംഘപരിവാറിന്റെ നീക്കങ്ങൾക്കേറ്റ തിരിച്ചടിയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസവും സമാനമായ സംഭവം ഉണ്ടായിരുന്നു. ഈ സംഭവം ഭീകരാക്രമണം നടന്നതിന് തൊട്ടു പിന്നാലെ ഇന്ത്യയിൽ പ്രചരിപ്പിച്ച സംഘപരിവാർ കേന്ദ്രങ്ങൾ ബോധപൂർവ്വം പ്രചരിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യം മതം ചോദിച്ച് കൊലപ്പെടുത്തി എന്നതായിരുന്നു. തെരഞ്ഞുപിടിച്ച് കൊലപ്പെടുത്തി എന്നതായിരുന്നു. അത് വലിയ ചർച്ചയാക്കി മാറ്റാനും അത് ഇന്ത്യൻ സമൂഹത്തിൽ ഒരു ഭിന്നതയ്ക്ക് ഇടയാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ സംഘപരിവാർ കേന്ദ്രങ്ങളിൽ നിന്ന് ആരംഭിച്ച ഘട്ടത്തിലാണ് BJP നേതാവ് കൂടിയായ മേജർ രവിയുടെ വാക്കുകൾ പുറത്തു വരുന്നത്. അന്തിച്ചർച്ചയിൽ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ അത് കേരളത്തിൽ വലിയ ചർച്ചയായി മാറുകയും സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരം നേടുകയും ചെയ്തിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഭീകരർക്ക് ഹിന്ദുവെന്നോ മുസ്ലിമോ എന്നൊന്നില്ല, അവർക്ക് ഇന്ത്യക്കാരാണ്, ഇന്ത്യക്കാരാണ് അവരുടെ ശത്രു എന്ന നിലയിലാണ് അവർ എപ്പോഴും പെരുമാറിയിട്ടുള്ളത്. മതം ചോദിച്ച് വെടിവെച്ച് കൊന്നതിൻ്റെ ഉദ്ദേശം മറ്റൊന്നാണ്. അതൊരു ഗൂഢാലോചനയാണ്. കാരണം അത് ഇന്ത്യയിൽ ഒരു മതവിദ്വേഷ പ്രചാരണത്തിന് ഇടയാക്കുമെന്നും പരസ്പരം ഏറ്റുമുട്ടലുണ്ടാക്കുകയും ചെയ്യും. ഇന്ത്യയിൽ രാജ്യത്ത് സംഘർഷാവസ്ഥ സൃഷ്ടിക്കും. അങ്ങനെ ഒറ്റക്കെട്ടായി നിന്ന ഇന്ത്യൻ ജനതയെ ഭിന്നിപ്പിക്കാൻ കഴിയും. ഇത് അവരുടെ ഭീകരരുടെ ഒരു അജണ്ടയാണ്. അതാണ് അവിടെ നടന്നത് എന്ന്
അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ജമ്മു കാശ്മീരിൽ സേവനം അനുഷ്ഠിച്ചതിന്റെ വെളിച്ചത്തിൽ കൂടിയാണ് മേജർ രവി മാധ്യമങ്ങളോട് പറഞ്ഞത്. അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്തു. മേജർ രവിയുടെ വാക്കുകൾ BJP ഇത് വെച്ച് ഒരു രാഷ്ട്രീയ നേട്ടം ഉണ്ടാക്കി കളയാം എന്നൊക്കെ കരുതിയിരിക്കുന്ന ഘട്ടത്തിലാണ്. അത് BJPയെ സംബന്ധിച്ച് വലിയ തിരിച്ചടിയാണ്. കാരണം മേജർ രവിയും BJPയുടെ നേതാവാണ് എന്നതുകൊണ്ട് തന്നെ മേജർ രവിക്ക് സത്യം പറയേണ്ടി വന്നു. അതുപോലെ തന്നെയാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരനും സത്യം പറയേണ്ടി വന്നത്. മാധ്യമങ്ങളുടെ ചോദ്യത്തിന് മുന്നിൽ അറിയാതെ പറഞ്ഞു പോയത് ആണ് എങ്കിലും പിന്നീട് അത് തിരുത്താനൊക്കെ അദ്ദേഹം വല്ലാതെ ശ്രമിക്കുന്നുമുണ്ട്. എന്നിരുന്നാലും ആത്യന്തികമായി അദ്ദേഹം സത്യം പറയേണ്ടി വന്നു എന്നത് തന്നെയാണ് കേരളം അല്ലെങ്കിൽ കേരളത്തിലെ മാധ്യമപ്രവർത്തകരുടെ ഒരു ഇടപെടൽ എത്രമാത്രം വലുതായിരുന്നു എന്ന് വിളിച്ചു പറയുന്നത്. കാരണം കേരളത്തിലും ഈ പഹൽഗാം പ്രശ്നം മുൻനിർത്തിക്കൊണ്ടുള്ള ഒരു മതവിദ്വേഷ പ്രചാരണത്തിന് തുടക്കം കുറിച്ചിരുന്നു. എവിടെയാണ് തുടങ്ങിയത് അവിടെ തന്നെ അവസാനിപ്പിച്ചു എന്ന് പറയാം. എന്ന് വെച്ചാൽ BJPയുടെ രാഷ്ട്രീയ കളിക്ക്, പഹൽഗാം വെച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ കളിക്ക് തിരിച്ചടിയായി മാറി BJPയുടെ സംസ്ഥാന അധ്യക്ഷന്റെയും അതേപോലെ മേജർ രവിയുടെയും വാക്കുകൾ.